പാതയിൽ പൂക്കളായി വിരിയണം, പൂവിരിഞ്ഞ വീതികൾ പുണ്യവീതികളാകണം. നമസ്കാരം. ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മുടെ വീടും പരിസരവും നാടും ദേശവും നമ്മൾ വൃത്തിയാക്കി വെക്കണം. വൃത്തിയുള്ള ഓരോ വിദ്യാർത്ഥിക്കും നാടിന് വലിയ സംഭാവനകൾ നൽകാൻ കഴിയും. ഇപ്പോൾ നിങ്ങളിലുണ്ടാകുന്ന ഈ ശീലം നിങ്ങളെ മഹാന്മാരാക്കി തീർക്കും. മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക, മാലിന്യങ്ങൾ മാറ്റി പരിസരം വൃത്തിയാക്കി വെക്കുക, ഇതെല്ലാം നല്ല വിദ്യാർത്ഥിയുടെ കടമയാണ്. പഠിത്തത്തോടൊപ്പം തന്നെ പ്രധാനമാണ് ശുദ്ധിയും വൃത്തിയും. വൃത്തി എന്നാൽ ബാഹ്യമായ വൃത്തി മാത്രമല്ല, ആന്തരികമായ ശുദ്ധി കൂടിയാണ്. ആന്തരികമായ ശുദ്ധി എന്നാൽ നല്ല ചിന്തകളെ മാത്രം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ഇപ്പോൾ മുതൽ നമ്മൾ വൃത്തിയുള്ള മനസ്സുള്ളവരായിരിക്കും. നിങ്ങളുടെ മനസ്സിന്റെ വൃത്തി നിങ്ങളുടെ പ്രവൃത്തികളിൽ കാണപ്പെടട്ടെ. ഈ സേവന വാരത്തിൽ നമുക്കൊരുമിച്ച് ഈ സ്കൂളും പരിസരവും വൃത്തിയാക്കാം. എല്ലാവരും റെഡിയല്ലേ? ആരാണ് ഇവിടെ ഈ മിഠായി കല്ലാസിട്ടേക്കണത്? വർഷത്തിലൊരിക്കലേ നമ്മൾ ഗാന്ധി ജയന്തി ആഘോഷിക്കാറുള്ളൂ അല്ലേ? പക്ഷേ കുട്ടികളായ നിങ്ങൾ ദിവസവും മിഠായി കഴിക്കുന്നുണ്ട്, ശരിയല്ലേ? ഈ മിഠായി കവറുകളെല്ലാം പരിസരത്ത് വാരി വലിച്ചിട്ട് വർഷത്തിലൊരിക്കലേ നമ്മൾ ക്ലീൻ ചെയ്യുന്നുള്ളൂ എങ്കിൽ എങ്ങനെ നമ്മുടെ നാട് വൃത്തിയാവും? പറയൂ, ശരിയല്ലേ? പറയൂ നിങ്ങൾ.
കുട്ടികളെ, അവനവന് ഭാരമാകാത്തവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ ഭാരം ഇറക്കാൻ കഴിയൂ, അവരെ സഹായിക്കാൻ കഴിയും. നിങ്ങൾക്കതിന് കഴിയട്ടെ. ഓർക്കുക, സ്വന്തം വീടെന്ന പോലെ ഈ നാടും രാഷ്ട്രവും നിങ്ങളുടേതാണ്.